കൊച്ചിയിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്തയാൾ ബാറിൽ മദ്യപിച്ച് ആക്രമണം നടത്തിയതിന് പിടിയിലായി. മട്ടാഞ്ചേരി സ്വദേശി ഷിബുവാണ് ഇന്നലെ ബാറിൽ മദ്യപിച്ച് അക്രമം അഴിച്ചുവിട്ടത്. വയോധികനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരനും പങ്കെടുത്ത യോഗത്തിൽ ഷിബു മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. സഹിൻ, എന്തായാലും ആ ലഹരിക്കെതിരായ യോഗത്തിൽ പങ്കെടുത്തയാളാണ്, നന്നായി അടിച്ച് ഫിറ്റായിട്ടുണ്ട്. എന്തായാലും തൂഫാനാക്കുന്നുണ്ട് ഓപ്പോസിറ്റുള്ള ആളെ മർദ്ദിച്ചിട്ട് എന്നുള്ളതാണ്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിവരം? ഇവരൊക്കെ ഈ യോഗം ആരാണ് വിളിച്ചതെന്ന് നേരത്തെ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്, അറിയില്ല എന്നുള്ളത്. എന്നാൽ പോലീസാണ് സാധാരണഗതിയിൽ തൂഫാന്റെ യോഗങ്ങൾ വിളിക്കാറ്. ഈ യോഗം ആരാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് കെ സുധാകരൻ ഈ യോഗത്തിൽ എത്തുന്നത്? അദ്ദേഹം എന്താണ് മുഖ്യാതിഥിയായിട്ടാണോ എത്തിയിരിക്കുന്നത്? ഈ ഗുണ്ടകളടക്കം ഉള്ളവർ, ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരൊക്കെ ഈ യോഗത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? ഷാമിലി, കഴിഞ്ഞ ദിവസമാണ് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കൊച്ചിയിലെ മുൻ ഗുണ്ടകളും ഒപ്പം തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളും എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗം നടന്നത്. അത് തൂഫാന് വേണ്ടിയുള്ള ഒരു യോഗമായിരുന്നു. ലഹരി മാഫിയയ്ക്കെതിരെ ഈ മുൻകാല ഗുണ്ടകളെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഘം തീർക്കുക എന്നുള്ളതായിരുന്നു ഈ യോഗത്തിൻ്റെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ യോഗത്തിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ഷിബു. ഇയാൾ മട്ടാഞ്ചേരി സ്വദേശിയാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ തോപ്പമ്പടിയിലെ ഒരു ബാറിൽ കാട്ടിക്കൂട്ടിയ പരാക്രമമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ ഒരു വയോധികനെ അടിച്ച് നിലംപരിശാക്കി. എതിർക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു വയോധികനെയാണ് ക്രൂരമായി ഇയാൾ മർദ്ദിച്ചത്. ഇയാൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ മർദ്ദനത്തിന് ശേഷവും ഇയാൾ മദ്യപിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നതും ഇയാളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തതിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വയോധികൻ്റെ നില ഗുരുതരമായി തുടരുകയാണ്. നേരത്തെ ഷാമിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സുധാകരൻ പങ്കെടുത്ത ഒരു യോഗത്തിലായിരുന്നു. അന്ന് സുധാകരൻ വലിയ പ്രസംഗമൊക്കെ അവിടെ നടത്തിയിരുന്നു. ഇവർക്കിടയിൽ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കണം, നിങ്ങളായിരിക്കണം കേരളത്തിൻ്റെ മാതൃകയായി മാറേണ്ടത് എന്നൊക്കെയായിരുന്നു. എന്തായാലും ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്നതിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഈ ലഹരിയൊക്കെ നന്നായി മദ്യപിച്ചതിന് ശേഷം ഒരാളെ അടിച്ച് തൂഫാനാക്കിയിരിക്കുന്നത്. ശരി സഹിനെ.